നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. ഇന്ന് ഉച്ചയ്ക്ക് 3 വരെയായിരുന്നു പത്രികാ സമർപ്പണത്തിനുള്ള സമയം. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും UDF പിന്തുണയോടെ മത്സരിക്കുന്ന മുൻ CPM നേതാവ് TK ഗോവിന്ദൻ ഇന്ന് പത്രിക നൽകിയ പ്രമുഖരിൽ ഉൾപ്പെടുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് TK ഗോവിന്ദൻ പത്രിക നൽകിയത്. തളിപ്പറമ്പ് മണ്ഡലം വരണാധികാരിയായ തളിപ്പറമ്പ് തഹസിൽദാർ K സന്തോഷ് മുമ്പാകെയാണ് TK ഗോവിന്ദൻ പത്രിക നൽകിയത്. കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്ന കേരള നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം ഇന്ത്യയുടെ പരമാധികാരവും അവരുടെയും ഞാൻ നിലനിർത്തുന്നു. പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നും UDF പിന്തുണയോടെ മത്സരിക്കുന്ന മുൻ CPM നേതാവ് V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ താലൂക്ക് ഓഫീസിലെത്തി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ G സുരേഷ് ബാബു മുൻപാകെ ഇന്ന് പത്രിക നൽകി. തളിപ്പറമ്പ് നിയോജക മണ്ഡലം ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ആനപ്പള്ളി ഗോപാലൻ തഹസിൽദാർ K സന്തോഷ് മുമ്പാകെയും കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന SDPI സ്ഥാനാർത്ഥി KK അബ്ദുൾ ജബ്ബാർ കലക്ട്രേറ്റിൽ ജില്ലാ സപ്ലൈ ഓഫീസർ കെൻ ബിന്ദുവിന് മുൻപാകെയും ഇന്ന് പത്രിക നൽകിയിട്ടുണ്ട്. കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയാണെങ്കിൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുന്നതും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.